ഹായ്, നമസ്കാരം. എൻ്റെ പേര് സരിത. ഞാൻ ഐലൻഡിലെ മലയാളം ടീച്ചറാണ്. ഇത്തവണ UPSC പരീക്ഷയിൽ നമുക്ക് ഇവിടുന്ന് 15 പേരാണ് ഇൻ്റർവ്യൂവിന് പോയത്. അതിൽ 5 പേർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഇത്തവണത്തെ റാങ്ക് ജേതാവായ അമൃത എസ് കൂടെയുണ്ട്. ഹായ് അമൃത. ഹായ് മാം. അമൃത വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ഇപ്പം മലയാളം എടുത്തവർക്കും ഇനി എടുക്കാനുള്ളവർക്കും ഒക്കെ ആയിട്ട് അമൃതയുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ, സംഭാഷണങ്ങളൊക്കെ പ്രചോദനവും ഒക്കെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊന്ന് ഒത്തുകൂടിയിരിക്കുക. അപ്പോൾ ആദ്യം അമൃതയോട് ചോദിക്കട്ടെ, എന്തായിരുന്നു ഈ മലയാളം ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടായ കാരണം? മാം, എനിക്ക് പഠിക്കുന്ന കാലം തൊട്ട് മലയാളം സാഹിത്യത്തോട് അഭിരുചി ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിദ്യാരംഗം, കലാസാഹിത്യവേദി, സാഹിത്യ ക്യൂസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ മലയാളം അധ്യാപകർ മലയാള ഭാഷാ സ്നേഹം ഉണ്ടാക്കി തരുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ബാക്കി സബ്ജക്റ്റിന്റെ ഇടയ്ക്ക് റിലാക്സ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനലാണ് മലയാളം. സോ ഈ 2 ഫാക്ടേഴ്സ് ആണ് മലയാളം എടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം അതാണ്. അപ്പോൾ പെട്ടെന്നൊരു സംശയം വേണമെങ്കിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ പിള്ളേർക്കുണ്ടാവും. സാധാരണ ചോദിക്കാറുണ്ട്, ഈ മലയാളം പഠിക്കുമ്പോൾ സാഹിത്യ അഭിരുചി വേണോ, സാഹിത്യ ഭാഷ വേണോ, വളച്ചു കെട്ടി എഴുതണോ, കവികളൊക്കെ എഴുതുന്ന പോലെ എഴുതണോ, അല്ലേ? അപ്പം അങ്ങനെ എല്ലാവർക്കും സംശയമാണത്. അപ്പം നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, വേണ്ട, അതൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് മനസ്സിലായ കാര്യം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭാഷാപരമായിട്ട് പ്രത്യേകം ഒരു കഴിവ് ഇല്ലായ്മ, ഇതൊരു പരിമിതി വല്ലതും ആയിരുന്നോ അമൃത? അങ്ങനെ വേണമെന്ന് തോന്നുന്നുണ്ട്. അമൃതയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നോ ഒക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു എന്ന് പറയാം. ഇനി അല്ലാത്തൊരാൾക്കും ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്തൊക്കെ വേണോ അങ്ങനെയാണെങ്കിൽ? മാം, മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുക, അതായത് എഴുതാനും വായിക്കാനും അറിയുക, പിന്നെ മലയാളത്തോട് സ്നേഹം ഉണ്ടാവുക. അപ്പോഴേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു 3 ഘടകം ഉണ്ടെങ്കിൽ മലയാളം ഓപ്ഷണൽ നല്ലൊരു ഓപ്ഷനാണ്. അതെ, ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഈ മലയാളത്തോട് സ്നേഹം ഉണ്ടായിരിക്കാന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ജീവിതം തന്നെയാണല്ലോ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറയുമ്പോൾ അത് പഠിച്ചാൽ ഇത് മനസ്സിലാകും, നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും, അല്ലെ? ജീവിതം നമ്മൾ അറിഞ്ഞതും അറിയാനുള്ളതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, മനുഷ്യ ജീവിതം തന്നെയാണ് പഠിക്കുക. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലെ? അപ്പൊ ആ ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ പകുതി എളുപ്പമായി, കഥാപാത്രമായിട്ട് മാറാൻ ഭയങ്കര ഈസി ആയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാവരും ഒരു സംശയമായിരിക്കും, ഇതിനൊരു എങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യും. ഇപ്പം മലയാളമാണ്, പെട്ടെന്ന് കവിതയാണ്, കഥയാണ്, ഒരു നോവലാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും ഇതിനൊരു കൃത്യമായിട്ടൊരു പാറ്റേൺ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇപ്പം ആദ്യം നമുക്ക് കണ്ടന്റ് മനസ്സിലാക്കണം, അല്ലേ? അതിനുശേഷം നമ്മൾ അത് മനസ്സിലാക്കിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് അമൃതയും കീപ്പ് ചെയ്യാൻ നോക്കിയത്. അതെ, ഞാൻ ആദ്യം കണ്ടന്റ് നന്നായിട്ട് പഠിക്കുമായിരുന്നു. കാരണം ഇപ്പം മാറിയ പാറ്റേൺ അനുസരിച്ച് നമ്പർ ഓഫ് പേജസ് കുറഞ്ഞു. അപ്പൊ നമുക്ക് വലിച്ചു വാരി എഴുതാനുള്ള ഒരു സ്കോപ്പ് ഇല്ല. ടു ദ പോയിന്റ് എഴുതണമെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. അപ്പൊ ആദ്യം കണ്ടന്റ് നന്നായിട്ട് പഠിക്കാം, പിന്നെ സ്ട്രക്ചർ ചെയ്ത് നന്നായിട്ട് എഴുതാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ ഫോളോ ചെയ്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഏത് പാഠഭാഗം വന്നാലും അതിന് പറ്റുന്ന ഒരു ഇൻട്രോ ആൻഡ് കൺക്ലൂഷൻ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് മാറ്റി നമ്മൾ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ഓർത്ത് വെക്കുക. അതെ, ഡിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരിക. നമ്മൾ ആൻസർ റൈറ്റിംഗിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് അത് തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുക. എന്തായാലും നമ്മുടെ അടുത്ത് എത്താനൊക്കെയുള്ള കാരണം എന്തായിരുന്നു എന്നതാ? ഞാൻ മാമിന്റെ ക്ലാസ്സിനെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. നിഹാല കഴിഞ്ഞ വർഷം സർവീസിൽ കയറിയ കുട്ടിയാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിഹാല പറഞ്ഞിട്ടാണ് ഞാൻ മാമിനെ മാഷ്വൽ സാറിന്റെ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഒരു മെയിൻസ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെറിയ കോഴ്സ് റിവിഷൻ ക്ലാസ് പോലെ വെച്ചു. പക്ഷെ എന്നാലും എഴുത്ത് എപ്പോഴും അല്ല, എഴുത്ത് പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള ഒരു എഴുത്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം, എഴുത്തിൽ നല്ല പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ അങ്ങനെ സന്തോഷകരമായിട്ട് പഠിച്ചു. ഇനി ഔട്ട് ഓഫ് സിലബസ് ആയിട്ടൊരു കാര്യമായിട്ട് ചോദിച്ചോട്ടെ, പഠിക്കണം, മാർക്ക് വാങ്ങിക്കണം, അതിനൊക്കെ നമുക്ക് മലയാളം ആവശ്യമാണ് എന്നതിനേക്കാൾ മലയാളം പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലോ അല്ലെ, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുക. ഇപ്പൊ ഈ സീതയെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയും, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ആശാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു, അല്ലെ? രവി കടന്നുപോയ രംഗങ്ങൾ ഇതൊക്കെയായിരുന്നോ, നമ്മുടെ കൂടെ അല്ലേ, അല്ല ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ഭയങ്കരമായിട്ടുള്ള ഒരു ലോകം, നല്ല സിലബസുമാണ് കേട്ടോ നിങ്ങളുടെ. പറയാതിരിക്കും, അല്ലെ? നമുക്ക് വേണ്ടി എഴുതിയതാന്നൊക്കെ. നമുക്ക് ആ ഭാരതപര്യടനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം നേഷ്യ ബലസ്ഥിതി ചെറിയ ധർമ്മമൊക്കെ എപ്പോഴും പറയും, നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഫ്രണ്ടിൽ എഴുതിയിടണം. അല്ല, നമ്മളോട് പോരാടുക. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്യണം ഫുള്ളായിട്ട്. നമ്മുടെ ലൈഫിൽ മുഴുവൻ ഈ ഒരു സ്ട്രഗിളിങ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുന്ന കൂടെ തന്നെ നമ്മൾ അതും കൂടെ അറിഞ്ഞു പഠിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിൽ അതൊരു പ്രചോദനമായിട്ടും കൂടെ
തോന്നിയിട്ടുണ്ടാവും അല്ലേ? അത് അതെ, പറയുമ്പോ. തീർച്ചയായും. ഇപ്പം സാഹിത്യം സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്ന് പറയാറുണ്ട്. അതെ. അപ്പം നമ്മളെ ചുറ്റും നടക്കുന്ന ഒരു ജീവിതം ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് മലയാള സാഹിത്യത്തിൽ കൂടെയാണ്. കാരണം നമ്മൾ അതെ. മലയാളികളായതുകൊണ്ട് തന്നെ ആ ഒരു ലാംഗ്വേജിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുക. പറ്റും. നമ്മുടെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പൊ അതെ. ഇതൊക്കെ ഇങ്ങനെ സാഹിത്യത്തിലൂടെ കണക്ട് ചെയ്യപ്പെട്ടു. സാഹിത്യം ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിട്ട് മാറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതെ. എന്താ പറയുക, ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടി അതെ, മലയാളം അതെ. പഠിക്കുമ്പോൾ വരുന്നുണ്ട്. ലിംഗസമത്വം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെ. പക്ഷേ അത് അന്ന് തന്നെ ആശാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിന്റെ വ്യാപ്തി ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. മനസ്സിലാക്കാനായിട്ടൊക്കെ അതെ, അതെ. പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും സന്തോഷം അമൃത. കുറച്ച് സമയം വളരെ വിലപ്പെട്ട സമയമാണ് Thank you. നമ്മളെടുത്ത് ചെലവിട്ടതിന്. എൻ്റെ പ്രീവിയസ് അറ്റംപ്റ്റിനെ അപേക്ഷിച്ച് എനിക്ക് കുറച്ചുകൂടി കൺസെപ്ച്വൽ ക്ലാരിറ്റി വന്നത് ഈ അറ്റംപ്റ്റ് കൊടുത്തപ്പോഴാണ്. അതിന് സരിത ടീച്ചറുടെയും മാഷ്വൽ സാറിൻ്റെയും ക്ലാസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പേപ്പർ 2 ഗദ്യഭാഗം എനിക്ക് ഇത്തവണ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിച്ചത് മാഷ്വൽ സാറിൻ്റെ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് കൊണ്ടാണ്. മലയാളം നല്ലൊരു ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് മലയാള ഭാഷയോട് അഭിരുചി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് മലയാളം ലിറ്ററേച്ചർ നല്ലൊരു ഓപ്ഷനാണ്. താങ്ക് യു. Come and join iLearn IAS and feel the difference.